കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ്, ഐഫാബ്. അറിയില്ലെങ്കിൽ ഏതൊരു ഫുട്ബോൾ കളിക്കാനും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരായാലും ഫുട്ബോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം നിർബന്ധമായി. കാരണം ഫുട്ബോളിലെ നിയമങ്ങൾ മാറ്റാനും പുതിയ നിയമങ്ങൾ എഴുതാനും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും ചെയ്തതും ഐഫാബാണ്. നിലവില് ഐഫാബ് ഫുട്ബോളിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് പല ഗ്രൗണ്ടുകളിലും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. നോർത്തേൺ അയർലൻഡ് വെച്ചിട്ട് ഐറിഷ് ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ ഐഫാബിന്റെ 139ാമത്തെ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും 5 മാറ്റങ്ങൾ എവിടേക്കാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അത് ആദ്യത്തെ മാറ്റം ഞാൻ പറഞ്ഞത് ലോ നമ്പർ 3 പ്ലേയേഴ്സ് എന്ന ഒരു നിയമത്തിൽ 3.10 ടീം ക്യാപ്റ്റൻ എന്ന വിഭാഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് നോർമലി എല്ലാ പ്ലേയേഴ്സും കൂടെ വന്നിട്ട് നമ്മൾ റഫറിയെ ആദ്യം ചെയ്യും, റഫറിയെ പ്രശ്നമാക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാരണം വളരെ മോശമായ രീതിയിൽ ചില സമയത്ത് സംഭവിക്കാറും ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3.10 ടീം ക്യാപ്റ്റൻ മാത്രമേ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റഫറിയുടെ അടുത്ത് പോകാനും റഫറിയുടെ അടുത്ത് സംസാരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. അത് കളിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷന് കൂടുതലും എഫക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഐഫാബ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലോ നമ്പർ 8 ആണ്. ലോ നമ്പർ 8 എന്ന് പറഞ്ഞാൽ ബോൾ സ്റ്റാർട്ട് ആൻഡ് റീസ്റ്റാർട്ട് ഓഫ് ദി മാച്ച് ആണ്. ഈ സ്റ്റാർട്ട് ആൻഡ് റീസ്റ്റാർട്ട് ഓഫ് ദി മാച്ചിൽ നമ്മൾ 8.2 വരുന്നുണ്ട്. 8.2 എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് ബോൾ സിറ്റുവേഷൻ ആണ്. ഈ ഡ്രോപ്പ് ബോൾ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അവസാനമായിട്ട് ഏത് കളിക്കാരനാണോ ആ ബോൾ ടച്ച് ചെയ്തത് അല്ലെങ്കിൽ ഏത് ടീമാണോ ആ ബോൾ പൊസസ് ചെയ്തത് എന്ന് നോക്കിയിട്ടാണ് ബോൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് വെച്ചാൽ പെനാൽറ്റി ബോക്സിന് പുറത്താണെങ്കിൽ മാത്രമേ ഈ ഒരു സിറ്റുവേഷൻ ഇനി കൊടുക്കാൻ പാടുള്ളൂ എന്നതാണ്. അടുത്ത ഒരു പ്രധാന മാറ്റം എന്താണെന്ന് വെച്ചാൽ ലോ നമ്പർ 9ലാണ്. ലോ നമ്പർ 9 ബോൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി പ്ലേ ആണ്. ഇതിൽ പറയുന്നത് 9.2 സിറ്റുവേഷനിൽ ബോൾ ഇൻ പ്ലേ ആവുന്ന സമയത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പുറത്ത് നിൽക്കുന്ന കളിക്കാർ അല്ലെങ്കിൽ ടീമിലെ ഏതെങ്കിലും ഒഫീഷ്യൽസ് അതല്ലെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കളിക്കാരൻ പുറത്ത് പോകുന്ന സമയത്ത് ഈ കളിക്കാലത്ത് വെച്ചിട്ട് ഈ ബോൾ ഇവരാരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ നോർമലി ഇത് കൊടുക്കുന്നത് ബോക്സിനകത്തൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കിക്ക് പെനാൽറ്റിയെ കൊടുക്കാറുണ്ട്. ഇനി മുതൽ ആ ഒരു സംവിധാനം ഒഴിവാക്കാണ്. പകരം അവിടെ ഒരു ഇൻഡയറക്റ്റ് കിക്കാണ് ഇനി മുതൽ അവിടെ കൊടുക്കാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന ആ ലോയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം. ഏറ്റവും കൂടുതൽ നമ്മൾ ബോൾ ഹോൾഡ് ചെയ്ത് ഗോൾ കീപ്പേഴ്സ് ടൈം വേസ്റ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു ചേഞ്ച് തന്നെയാണ്. നിലവിൽ ലോ നമ്പർ 12 ഫൗൾസ് ആൻഡ് മിസ്കണ്ടക്ട് എന്നൊരു വിഭാഗത്തിൽ 12.2 12.2 പറയുന്നത് ഇൻഡയറക്റ്റ് ഫ്രീ കിക്കിനെ പറ്റിയാണ്. നിലവിൽ ഗോൾ കീപ്പേഴ്സ് 8 സെക്കൻഡിൽ കൂടുതലൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഇൻഡയറക്റ്റ് കിക്കായിട്ട് ഓപ്പോസിറ്റ് ടീമിനെ കൊടുക്കാറുണ്ട്. അത് ഇനി മുതൽ ഇല്ല. പകരം ഒരു ഡയറക്റ്റ് കിക്കായിട്ട് കോർണർ കിക്കാണ് ഇനി മുതൽ കൊടുക്കാൻ പോകുന്നത്. അതിനാൽ നമ്മൾ ഇനി ഗോൾ കീപ്പേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജയിച്ചിരിക്കുന്ന സമയത്തൊക്കെ ബോൾ ഗോൾ കീപ്പേഴ്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബോൾ പിടിച്ച് ഒരു 8 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ മാക്സിമം ഹോൾഡ് ചെയ്ത് റഫറിനെ പ്രഷർ കേട്ട സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഓപ്പോസിറ്റ് ടീമിന് ബോൾ കിട്ടാതെ മാക്സിമം ടൈം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് നമുക്ക് വാണിംഗ് കിട്ടാറുണ്ട്, അതിനുശേഷം യെല്ലോ കാർഡ് കിട്ടാറുണ്ട്. പക്ഷേ ഇനി മുതൽ ആ ഒരു സംഭവം ഇല്ല. ഡയറക്റ്റ് ആയിട്ട് ഒരു കോർണർ കിക്കാണ് ഇനി മുതൽ അവിടെ ഉണ്ടാവുക. അടുത്തതായിട്ടുള്ള ഒരു നിയമം ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ റഫറീസിന്റെ കാര്യത്തിലാണ്. എല്ലാവരും കേട്ടിട്ടുണ്ട് വാർ, വീഡിയോ അസിസ്റ്റന്റ് റഫറി. നിലവിൽ വാർ നോക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് റഫറി ഓപ്പോസിറ്റ് ടീമും സംഭവം നമ്മുടെ ടീമൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ ഇനി മുതൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഈ വാർ എന്താണ് വാറിന്റെ ഡിസിഷൻ എന്താണെന്നുള്ളത് ഫൈനൽ ഡിസിഷൻ അനൗൺസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഫുട്ബോളിൽ വന്ന മാറ്റങ്ങൾ. ഇനി പറയാൻ പോകുന്നത് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ടെക്നിക്കൽ ട്രെയിനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 2025 ഏപ്രിൽ 28-നാണ് ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോൾ കീപ്പേഴ്സിനും നോർമൽ പ്ലേയേഴ്സിനും സ്പെഷ്യൽ ട്രെയിനിങ് ആണ് ഇതിലുണ്ടാവുക.